ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ക്രിസ്മസ് സ്പെഷ്യൽ വൈനാണ് ഇന്നത്തെ താരം. അപ്പോൾ വൈൻ ഉണ്ടാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് മുന്തിരിങ്ങയാണ്. അപ്പോൾ ആദ്യമായി മുന്തിരിങ്ങ സെലക്ട് ചെയ്യുന്നതിലും ഒരു കാര്യമുണ്ട്. ഒരുപാട് പുളിയുള്ള മുന്തിരിങ്ങ ഇതിനും ശരിയാവില്ല. അതുകൊണ്ട് ഇച്ചിരി പഴുത്ത് നല്ല കറുത്ത കളറിലുള്ള മുന്തിരിങ്ങയാണ് നമ്മൾ ഇതിനു വേണ്ടി സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ 2 കിലോ മുന്തിരിങ്ങയാണ് ഞാനിതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. നല്ലപോലെ പഴുത്ത അധികം പുളിയില്ലാത്ത മുന്തിരിങ്ങ എടുത്ത് ആദ്യം നന്നായിട്ട് കഴുകണം. നിങ്ങൾക്കറിയാം, ഫ്രൂട്ട്സിൽ ഏറ്റവും കൂടുതൽ പെസ്റ്റിസൈഡൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഐറ്റം മുന്തിരിങ്ങയാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെ നല്ലപോലെ വെള്ളത്തിൽ മുക്കി വെച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. കഴുകിയെടുത്തതിന് ശേഷം ആ മുന്തിരിങ്ങകളെ കൊലയിൽ നിന്ന് അടർത്തി മാറ്റണം. ഓരോരോ മുന്തിരിങ്ങയായിട്ട് അടർത്തിയെടുക്കണം. അപ്പോൾ അടർത്തിയെടുക്കുമ്പോൾ നമ്മൾ ഈ വൈൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുഴുവനായിട്ടുള്ള മുന്തിരി, അതായത് പൊട്ടിപ്പോയതും പൊളിഞ്ഞു പോയതും അങ്ങനത്തെ മുന്തിരിങ്ങയൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. ഫുള്ളായിട്ടുള്ള നല്ല ഫ്രഷ് ആയിട്ടുള്ള മുന്തിരിങ്ങ മാത്രമേ ഇതിന് എടുക്കാൻ പാടുള്ളൂ. ഇനി ഈ മുന്തിരിങ്ങയെ ഒരു വെള്ള തുണിയിൽ നിരത്തി വയ്ക്കണം. നിരത്തി വെച്ചിട്ട് അത് നന്നായിട്ട് കൈകൊണ്ടൊന്ന് റോൾ ചെയ്ത് കൊടുത്ത് അതിലുള്ള വെള്ളമയം നന്നായിട്ട് പോകണം. ഞാൻ ഈ കാണിക്കുന്ന പോലെ തോർത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മറിച്ച് വെച്ച് അതിൻ്റെ വെള്ളമയം നന്നായിട്ട് മാറ്റിയെടുക്കാം. അടുത്തതായി നമുക്ക് വേണ്ടത് ഗോതമ്പാണ്, മുഴുവൻ ഗോതമ്പ്. അത് ഒരു 1.5 പിടി ഗോതമ്പാണ് നമുക്ക് ആവശ്യം. അപ്പോൾ ഈ ഗോതമ്പ് ഇതിലേക്ക് ഉപയോഗിക്കുന്നതിന് മുമ്പ് ഇത് തലേദിവസം തന്നെ നന്നായിട്ടൊന്ന് കഴുകി വെയിലത്ത് ഉണക്കി വച്ചിരിക്കുന്ന ഗോതമ്പാണ്. നമ്മൾ അതിൻ്റെ ഉള്ള ഇമ്പ്യൂരിറ്റീസൊക്കെ മാറാൻ വേണ്ടി അങ്ങനെയാണ് നമ്മളിത് ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ 1.5 പിടി ഗോതമ്പ് എടുത്തു. ഇനി അടുത്തൊരു ഐറ്റം നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ്. അപ്പോൾ 2 കിലോ ഗ്രേപ്സിന് 2 കിലോ പഞ്ചസാര. അപ്പോൾ അതും കൂടെ എടുത്ത് വെക്കുക. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ എടുത്തിട്ടില്ല. ഇനി നമുക്ക് വൈൻ മേക്കിങ്ങിലേക്ക് കിടക്കാം. വൈൻ ഉണ്ടാക്കാൻ നമുക്ക് എപ്പോഴും നല്ലത് ഭരണിയോ ചില്ല് പാത്രങ്ങളോ ആണ്. ഇവിടെ ഞാനൊരു ഭരണിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യമായി നമുക്ക് ഈ മുന്തിരിങ്ങയെ ഭരണിയിലേക്ക് ആക്കാം. അപ്പോൾ മുന്തിരിങ്ങ ഭരണിയിലേക്ക് ആക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഓരോരോ മുന്തിരിങ്ങയായി ഉടച്ച് വേണം അത് ഭരണിയിലേക്ക് ഇടാൻ. പിന്നെ നമ്മൾ ഈ വൈൻ മേക്കിങ്ങിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ എടുക്കുന്ന ഓരോ പാത്രങ്ങളും സ്പൂണും നമ്മുടെ കൈയും ഒക്കെ നല്ലപോലെ വൃത്തിയാക്കി ഡിസിൻഫെക്റ്റൻ്റ് ആക്കി വെക്കേണ്ടതാണ്. അല്ലെങ്കിൽ ഇത് പൂത്തു പോകാൻ ചാൻസ് ഉള്ള ഒരു ഇതാണ്. അപ്പോൾ നമ്മൾ എത്രത്തോളം വൃത്തിയായി ചെയ്യുന്നോ അത്രത്തോളം അത് നന്നായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ മുഴുവൻ മുന്തിരിങ്ങയും ഉടച്ച് ഭരണിയിലായിട്ടുണ്ട്. ഇനി അടുത്തതായി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഗോതമ്പാണ്. ഗോതമ്പ് ആ ഭരണിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഗോതമ്പ് ആഡ് ചെയ്തതിന് ശേഷം 1 ടീസ്പൂൺ ഈസ്റ്റ്, 1 ടീസ്പൂൺ എന്ന് പറയുമ്പോൾ 5-6 ഗ്രാം ഈസ്റ്റും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഇനി നമ്മൾ ചേർക്കാനുള്ളത് പഞ്ചസാരയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2 കിലോ മുന്തിരിങ്ങയ്ക്ക് 2 കിലോ പഞ്ചസാര, അതും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഒരു വലിയൊരു തവി യൂസ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതിനും ഒരു തടി സ്പൂൺ ഉപയോഗിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഞാനിവിടെ ഒരു തടി സ്പൂണാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പഞ്ചസാര ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കിയത്, നമ്മുടെ ഭരണിയുടെ സൈസ് ഇത്തിരി ചെറുതായിപ്പോയി. അതാ നിങ്ങൾക്ക് തന്നെ കാണാൻ നിറഞ്ഞു പോയി. ഇനി ഇതിൽ നമുക്ക് വെള്ളം ആഡ് ചെയ്യണം. അപ്പോൾ അതിനൊരു സ്പേസ് ഇല്ല. അപ്പോൾ അത് കാരണം ഇതിൽ നിന്ന് കുറച്ച് കോരി ഞങ്ങൾ ഒരു ചില്ല് കുപ്പിയിലേക്ക് മാറ്റി. ഇനി അടുത്തതായിട്ട് നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ശരിക്കും നമ്മൾ എടുത്തത് 2 കിലോ ഗ്രേപ്സാണ്. അപ്പോൾ 2 കിലോ ഗ്രേപ്സിന് 18 ഗ്ലാസ് വെള്ളമാണ് നമുക്ക് ആവശ്യം.
അപ്പോൾ ഇവിടെ നമ്മൾ ഒരു 1/3 ഗ്രേപ്സ് ഭരണിയിൽ നിന്ന് മാറ്റി, അതുകൊണ്ട് ഒരു 11-12 ഗ്ലാസ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ വെള്ളവും നല്ലപോലെ തിളപ്പിച്ചാറിയ വെള്ളമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇതിന് വേണ്ടി പ്രത്യേകം ഒരു കലത്തിൽ വെള്ളം തിളപ്പിച്ച് നല്ലപോലെ അടച്ച് വെച്ച് അത് തണുപ്പിക്കണം. അതിൽ വേറെ ഗ്ലാസ് ഒന്നും ഇട്ട് മുക്കാനൊന്നും പാടില്ല. നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും വളരെ പ്യുവറായിട്ട് ഡിസിൻഫെക്റ്റൻ്റ് ആയിട്ടിരിക്കണം, അല്ലെങ്കിൽ പൂപ്പലടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് 1-2 സാധനങ്ങളും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ആദ്യമായി പട്ട, ഒരു വലിയ കഷ്ണം പട്ട, കാണാമല്ലോ, ഒരു നല്ലൊരു പീസ് പട്ടയായിരിക്കണം. അത് 2-3 കഷ്ണങ്ങളായി പൊടിച്ച് അതിട്ട് കൊടുക്കണം. ഒരു 8 മുതൽ 10 ഗ്രാമ്പ്, പിന്നെ ഒരു 5 ഏലക്ക. ഈ 3 സാധനങ്ങളും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നേരത്തെ ഉപയോഗിച്ച തടി സ്പൂൺ കൊണ്ട് നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം. ആ സ്പൂൺ കൊണ്ട് നല്ലപോലെ ഒന്ന് ഇടിച്ചിളക്കണം. ഇടിച്ചിളക്കുമ്പോൾ ആവേശം കൊണ്ട് ഭരണി പൊട്ടിപ്പോരുത് കേട്ടോ, അത് വളരെ ശ്രദ്ധിക്കണം. അപ്പോൾ അതിൽ ആഡ് ചെയ്ത ഇൻഗ്രീഡിയൻസ് മുന്തിരിങ്ങയും പഞ്ചസാരയും ഗോതമ്പും എല്ലാം നന്നായിട്ട് മിക്സായിട്ടുണ്ട്. മിക്സായി നല്ല ഒരു പരുവത്തിനെത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം, വൈൻ എപ്പോഴും 21 ദിവസമാണ് അത് ഒന്ന് റെഡിയായി പാകമായി വരാനുള്ള മിനിമം ടൈം എന്ന് പറഞ്ഞാൽ 21 ദിവസമാണ്. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ 21 ദിവസത്തേക്ക് ഇതിനെ നന്നായിട്ട് സൂക്ഷിച്ച് വയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് തുറന്നൊന്നും വെക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ സാധാരണ ഒരു അടപ്പ് വെച്ച് അടയ്ക്കാൻ പറ്റില്ല. അത് എന്തെങ്കിലും രീതിയിൽ ഒരു സ്പോർ, എന്തെങ്കിലും ഒരു ഫംഗസിൻ്റെ ഒരു സ്പോർ എന്തെങ്കിലും വീണാൽ അത് അപ്പം തന്നെ അത് പൂത്തു പോകും. അപ്പോൾ വളരെ സേഫായിട്ട് വേണം നമ്മൾ ചെയ്യാൻ. അപ്പോൾ അതിന് വേണ്ടി ആദ്യം ഞാൻ ചെയ്യുന്നത്, ഒരു തുണി എടുത്ത്, പണ്ട് അമ്മൂമ്മമാരൊക്കെ ഇങ്ങനെ കലത്തിൽ വണ്ട് കെട്ടുക എന്ന് പറയും. അപ്പോൾ ഒരു തുണി കൊണ്ട് അതിനെ നന്നായിട്ട് മൂടിക്കെട്ടി, കെട്ടിയതിന് ശേഷം അതിന് പാകത്തിനൊരു അടപ്പ് വെച്ച് അടയ്ക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. നല്ലപോലെ അടച്ചതിന് ശേഷം ഇനി ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കാത്തൊരു സ്ഥലത്താണ് ഇത് സൂക്ഷിച്ച് വെക്കേണ്ടത്. ഞാൻ ഒരു കബേർഡിൻ്റെ അകത്താണിത് സൂക്ഷിച്ച് വയ്ക്കുന്നത്. ഇനി നമുക്ക് 21 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും കാണാം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.